ഷെക്കിന അമേരിക്കാസിൻ്റെ ഷെക്കിന ടി വിയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ വിശ്വാസ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിൻ്റെ പരിപൂർണത. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ക്രിസ്തുവിൻ്റെ പരിപൂർണതയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ശ്രമിക്കുകയാണ്. ആദ്യമേ തന്നെ യേശുക്രിസ്തുവിൻ്റെ പരിപൂർണതയെക്കുറിച്ച് പറയുവാൻ ഒരു അവസരം ലഭിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്നതിന്, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ പരിപൂർണത എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് എഫെസസ് 4:13 വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പരിപൂർണതയുണ്ട്, ക്രിസ്തുവിലുള്ള പൂർണ്ണതയുണ്ട്. ക്രിസ്തുവിൻ്റേതായ പരിപൂർണതയും ക്രിസ്തുവിൽ നമ്മുടെ പൂർണ്ണതയും. കൊളോസ്സാർക്കുള്ള ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. കൊളോസ്സാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ക്രിസ്തുവിനെ അവൻ എന്ന വാക്കുപയോഗിച്ച് സൃഷ്ടിയുടെ മകുടമായി വിവരിക്കുന്നു. 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. 15-ാം വാക്യം, അവൻ അദർശനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. 16-ാം വാക്യം, കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. 17-ാം വാക്യം, അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. 18-ാം വാക്യം, അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്, അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. 19-ാം വാക്യം, എന്തെന്നാൽ അവനിൽ സർവ സമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. 20-ാം വാക്യം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് നമ്മോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ക്രിസ്തുവിൽ നമ്മുടെ പൂർണ്ണത. പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്, ജ്ഞാനസ്നാനം വഴി നാം അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു എന്നാണ്. വിശ്വാസം മൂലം, അതായത് മരിച്ചവരിൽ നിന്നും അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള വിശ്വാസ നിമിത്തം നാമും ഉയർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കൊളോസ്സാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. എഫെസോസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം, പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. 16-ാം വാക്യം, അവൻ്റെ ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു.
സഭയുടെ പൂർണ്ണത സംബന്ധിച്ചും ക്രിസ്തു സഭയ്ക്ക് തലവനാണ്, സഭ അവൻ്റെ പൂർണ്ണതയുമാണ്. എഫേസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം, അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. പൂർത്തീകരണവും പൂർണ്ണതയും, ഈ രണ്ട് വാക്കുകളും ഏറെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എഫേസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. 11-ാം വാക്യം, തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവിടുന്ന് നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. വിശുദ്ധ കുർബാനക്രമത്തിൽ മാർത്തയതോറിൻ്റെ ക്രമത്തിലും ഈ പൂർണ്ണതയും പൂർത്തീകരണവും പ്രതിഫലിക്കുന്നുണ്ട്. 3-ാമത്തെ പ്രണാമജപത്തിൽ രക്ഷാപദ്ധതി കാലത്തിൻ്റെ തികവിൽ അവിടുന്ന് നിറവേറ്റുകയും പൂർത്തീകരിക്കുകയും ചെയ്തുവെന്ന് ഏറ്റുപറയുന്നു. തുടർന്ന് ചെല്ലുന്നത്, ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവിടുന്നിൽ വസിക്കുന്നു എന്നാണ്. ഇനി നമ്മൾ യേശുക്രിസ്തു എന്നും ഈശോ മിശിഹ എന്നും ഉള്ള നാമത്തിൻ്റെ അർത്ഥം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. പാരഗ്രാഫ് 430-ഉം 436. 430. യേശു. യേശു എന്ന പദത്തിന് ഹീബ്രു ഭാഷയിൽ ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. മംഗളവാർത്ത വേളയിൽ രക്ഷകന്റെ പ്രത്യേക സംജ്ഞയായി ഗബ്രിയേൽ മാലാഖ് നൽകുന്നത് യേശു എന്ന നാമമാണ്. അത് അവിടുത്തെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം നൽകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ അവിടുത്തെ നിത്യപുത്രനും മനുഷ്യനായി അവതരിച്ചവനുമായ യേശുവിൽ അവിടുന്ന് തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ മനുഷ്യരെ പ്രതിയുള്ള രക്ഷാചരിത്രം മുഴുവൻ ദൈവം യേശുവിൽ സംക്ഷിപ്തമായി ആവിഷ്കരിച്ചിരിക്കുന്നു. 436. ക്രിസ്തു. അഭിഷിക്തൻ എന്നർത്ഥമുള്ള മിശിഹ എന്ന ഹീബ്രു വാക്കിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ക്രിസ്തു എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്ന ദിവ്യദൗത്യം യേശു പൂർണ്ണമായി നിർവഹിച്ചതിനാൽ ക്രിസ്തു എന്നത് യേശുവിന് യോജിച്ച സംജ്ഞയായി തീർന്നു. ഇസ്രായേലിൽ പ്രത്യേകമായ ഒരു ദൗത്യത്തിനായി ദൈവത്തിന് സമർപ്പിതരായവർ അവിടുത്തെ നാമത്തിൽ അഭിഷിക്തരായിരുന്നു. രാജാക്കന്മാരും പുരോഹിതന്മാരും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രവാചകന്മാരും ഈ അഭിഷേകം സ്വീകരിച്ചിരുന്നു. തൻ്റെ രാജ്യം എന്നേക്കുമായി സ്ഥാപിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെടുവാനിരുന്ന മിശിഹായെ സംബന്ധിച്ചിടത്തോളം ഈ അഭിഷേകം സർവോപരി അന്വർത്ഥമാണ്. രാജാവും പുരോഹിതനും പ്രവാചകനുമായി മിശിഹ കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തനാകുക ആവശ്യമായിരുന്നു. രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ എന്നീ ത്രിവിധ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് യേശു ഇസ്രായേലിൻ്റെ മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷ സഫലമാക്കി. ദുഃഖപൂർണനായ ക്രിസ്തുവുണ്ട്, സ്നേഹസമ്പൂർണനായ ക്രിസ്തുവുണ്ട്. ഇവയേതും ക്രിസ്തുവിൻ്റെ വിവിധ ഭാവങ്ങളാണ്. കരുണയുടെ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോ മിശിഹായുടെ അതീവ ദുഃഖപൂർണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ എന്നാണ്. യെശയ്യാ 52:14 സഹനദാസനെ കുറിച്ച് വായിക്കുന്നത്, അവനെ കണ്ടവർ അമ്പരന്നു പോയി, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു, അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. ദാവീദ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് 22-ാം അധ്യായം 16-ാം വാക്യം, നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു,
അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. 17 വാക്യം. എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അവർ എന്നെ തുറിച്ചു നോക്കുന്നു. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്തിയെ യേശു പഠിപ്പിച്ച 15 പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന മൂന്നാമതുള്ളത് ഇപ്രകാരമാണ്: ഓ ഈശോയെ, മാലാഖമാരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യമേ, ആനന്ദങ്ങളുടെ പ്രതീസായെ, ശത്രുക്കൾ ഉഗ്രസിംഹങ്ങളെപ്പോലെ അങ്ങയെ വളഞ്ഞ് അനേകായിരം തവണ തുപ്പുകയും നിന്ദിക്കുകയും അടിക്കുകയും മുറിപ്പെടുത്തുകയും കേട്ടിട്ടില്ലാത്ത മറ്റനവധി ക്രൂരതകൾ കാട്ടുകയും ചെയ്ത് യഥേഷ്ടം പീഡിപ്പിച്ചപ്പോൾ അങ്ങ് അനുഭവിച്ച വിഷാദവും കൊടും ഭീതിയും ഓർമ്മിച്ചാലും ഈ പീഡാസഹനങ്ങളും നിന്ദനങ്ങളും പരിഗണിച്ച് ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും മോചിപ്പിച്ച് അങ്ങയുടെ സംരക്ഷണത്തിലൂടെ നിത്യരക്ഷയുടെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമെന്ന് എൻ്റെ രക്ഷക ഞാൻ അങ്ങയോട് കേണു വീണ് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോയെക്കുറിച്ച് പറയുമ്പം ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പറയാതെ പോയാൽ അത് അപൂർണമാകും. പൗലോസ്ലീഹ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുന്നത് എഫേസ്യർക്കുള്ള ലേഖനം 3-ാം അധ്യായം 17, 18, 19 വാക്യങ്ങളിലാണ്. 17-ാം വാക്യം വിശ്വാസവും സ്നേഹവും ബന്ധപ്പെടുത്തി വിവരിക്കുന്നു. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. 18-ാം അധ്യായം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു കണക്ക് ശ്ലീഹ അവതരിപ്പിക്കുന്നത് എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. 19-ാം വാക്യം ദൈവത്തിൻ്റെ പരിപൂർണതയിൽ നാം പൂരിതരാകുന്നതിനെ സംബന്ധിച്ച് അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. ലാസറിൻ്റെ മരണത്തോടനുബന്ധിച്ച് യേശു കരയുമ്പം യഹൂദർ പറഞ്ഞു, നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്ന്. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും പറഞ്ഞിട്ടുള്ളത് യോഹന്നാൻ ശ്ലീഹയാണ്, പ്രത്യേകിച്ചും ശ്ലീഹായുടെ ലേഖനങ്ങളിൽ. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. 11-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉപവിപ്രവർത്തനങ്ങൾ, ചാരിറ്റി ഇവയെല്ലാം ഈ വചനത്തെ അടിസ്ഥാനമാക്കിയിട്ട് വേണം രൂപപ്പെടുത്തുവാൻ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് അല്പം മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മയാണ് സ്നേഹരൂപനായ ഈശോയെ ആദ്യമായി ഹൃദയത്തിൽ സ്വീകരിച്ചത്. സ്നേഹത്തിൻ്റെ പൂർണ്ണത കൈവരിച്ചിട്ടുള്ളതും അമ്മയാണ്. നമ്മൾ ഏറെ പ്രതിസന്ധികളോടെ കടന്നു പോകുമ്പോൾ ഈ കാലത്തിന് സ്വർഗം തരുന്ന ഒരു മനോഹര സമ്മാനമാണ്, സ്നേഹ ഉപഹാരമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല. അതിൽ നിന്നുള്ള ഒരു മെസ്സേജ് കൂടി വായിക്കാം.
1975 സ്വർഗീയ പിതാവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവരുടെ എണ്ണമനുസരിച്ച്, എന്നെ സ്നേഹിക്കുന്ന തോതനുസരിച്ച് പാപം കുറയുകയും പാപഫലമായി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും കുറയും. നിങ്ങൾ പരസ്പരം നിങ്ങളോട് തന്നെ ഓരോരുത്തരോടും ഉത്തരവാദിത്വമുള്ളവരാണ്. നിനക്ക് നിന്റെ കുടുംബത്തോട് ഉത്തരവാദിത്വമുണ്ട്, ഈ ലോകത്തോടും ഉത്തരവാദിത്വമുണ്ട്. മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ വിധിയോട് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമനുസരിച്ചാണ് പ്രകാശം, ഇൻസ്പിറേഷൻ ലഭിക്കുന്നത്. നമുക്ക് ഇതേ പുസ്തകത്തിലെ ഈശോ തന്നെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ യഥാർത്ഥമായ ഒരു ശത്രുവിനെ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പ്രാർത്ഥന സാത്താനെതിരെ ശക്തമായ ഒരു ആയുധം കൂടിയാണ്. കാരണം ഈ പ്രാർത്ഥന ചൊല്ലുന്നിടത്ത് ദുഷ്ടാരൂപികൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങിത് കനിഞ്ഞരുളണമേ. എൻ്റെയും ഈശോയുടെയും പാദങ്ങൾ ഒന്നിച്ച് നടത്തണമേ. ഞങ്ങളുടെ കരങ്ങൾ ഒന്നു ചേർന്നിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് മിടിക്കണമേ. ഞങ്ങളുടെ സത്തുകൾ ഒന്നിച്ചായിരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളും മനസ്സും ഒന്നായിരിക്കണമേ. ഞങ്ങളുടെ കാതുകൾ ഒന്നു ചേർന്ന് നിശബ്ദതയിൽ ശ്രവിക്കട്ടെ. പരസ്പരം ഞങ്ങൾ മിഴികളിൽ ഐക്യത്തോടെ നോക്കിയിരിക്കട്ടെ. ഞങ്ങളുടെ അധരങ്ങൾ ഒരുമിച്ച് നിത്യപിതാവിനോട് കരുണയ്ക്കായി പ്രാർത്ഥിക്കട്ടെ. ഈ പ്രോഗ്രാം മുടക്കം കൂടാതെ കർത്താവ് പരിപാലിക്കുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിതാവായ ദൈവമേ നന്ദി, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി, വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മയെ നന്ദി.